നമസ്കാരം, എല്ലാവർക്കും സി ലേണിംഗ് ഹബിലേക്ക് സ്വാഗതം. നമുക്ക് കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ 2024-25 വർഷങ്ങളിൽ റിപ്പീറ്റഡായി ചോദിച്ച കേന്ദ്ര സംസ്ഥാന പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ ക്ലാസ്സിൽ പറയുന്നത്. ആദ്യത്തെ ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് നേർവഴി. സ്കൂളുകളിൽ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നേർവഴി. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജന ആരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരംഭിച്ച ദൗത്യമാണ് ആർദ്രം പദ്ധതി ഓർത്തിരിക്കുക. മൂന്നാമത്തെ ചോദ്യം, സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭ പദ്ധതി. നാലാമത്തെ ചോദ്യം, സ്ത്രീകൾക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. അഞ്ചാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാർ 2023-24 ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയാണ് മിഷ്തിയുടെ ഫുൾ ഫോം ഓർത്തിരിക്കുക. മാംഗ്രൂവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകംസ്. ആറാമത്തെ ചോദ്യം, കേരളത്തിലെ വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് വയോമിത്രം പദ്ധതി. ഏഴാമത്തെ ചോദ്യം, പുനർഗേഹം പദ്ധതിയുടെ ഉപഭോക്താക്കൾ ആരാണ്? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയുടെ പേരാണിത്, പുനർഗേഹം. എട്ടാമത്തെ ചോദ്യം നോക്കാം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. കേരള ആരോഗ്യ വകുപ്പിൻ്റെ പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയുടെ പേരാണെന്ത്? മിഠായി. ഒൻപതാമത്തെ ചോദ്യം നോക്കാം. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 100 ജില്ലകളെ. ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ 100 ജില്ലകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പത്താമത്തെ ചോദ്യം നോക്കാം. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി ഓർത്തിരിക്കുക. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണിത്, സ്പെക്ട്രം. അടുത്ത പ്രീവിയസ് ഇയറിൽ ചോദിച്ച 10 ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക്